അപ്പോൾ നമ്മൾ വട്ടയപ്പത്തിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് നോക്കാം. വട്ടയപ്പം നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ സാധാരണ പുറത്തുനിന്ന് കഴിക്കണ വട്ടയപ്പം ഇത്ര സോഫ്റ്റ് ആവാറില്ല. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കുക. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള വട്ടയപ്പമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വന്നാൽ മാത്രമാണ് വീഡിയോസൊക്കെ എനിക്ക് പുതിയത് ഇടാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ വട്ടയപ്പത്തിനായിട്ട് 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ടൈപ്പ് പച്ചരി വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ റേഷൻ അരിയുടെയൊക്കെ പച്ചരി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പച്ചരി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് 4 മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അരിപ്പയിൽ ആ വെള്ളം ഊറ്റിയെടുക്കണം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളവും കൂടി കൂടുമ്പോൾ അളവ് തെറ്റിപ്പോവും. ഞാനിത് കണ്ടാക്കുന്നത് അമ്മയും മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇതിനു വേണ്ടി തേങ്ങ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ 1/2 ഗ്ലാസ്സിൽ കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കുക, അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1/4 ഗ്ലാസോളം നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ലൈറ്റ് ചൂടുവെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പാൽ അരഞ്ഞ് കിട്ടും, അരിച്ചെടുക്കാൻ പറ്റും. ഇനി കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരി നമുക്ക് പകുതി ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി പകുതി നമുക്ക് അടുത്ത ട്രിപ്പിൽ അടിച്ചെടുക്കാം. ഇനി 1 ഗ്ലാസ്സാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ പച്ചരി അരയാനുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. പച്ചരിയും തേങ്ങാപ്പാലും കൂടി നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ള അവിൽ കുതിർത്താൻ വയ്ക്കാം. ഞാൻ 2.5 ടീസ്പൂൺ വെള്ളവലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറിന് പകരമാണ് എടുക്കുന്നത്. 2.5 ടീസ്പൂൺ അവിലാണ് നമ്മൾ കുതിർത്താൻ വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നേരം ഈ വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം. അത് നമുക്ക് മാറ്റി വെക്കാം. അരിയും തേങ്ങാപ്പാലും കൂടി നമ്മൾ ആദ്യം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് 2.5 ടീസ്പൂണായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കപ്പി കാച്ചുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റായിട്ട് വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണ് കപ്പി കാച്ചുക എന്ന് പറയുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറുക്കിയെടുക്കാം നന്നായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇത് കുറുകി വരും. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, പെട്ടെന്ന് അടി പിടിക്കും.
നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല കുറുക്ക് രൂപത്തിൽ അങ്ങനെ കിട്ടും. നന്നായിട്ട് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കുറുകാനുണ്ട്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചൂട് ആറണം. അപ്പോൾ ചൂടാകുമ്പോൾ ഇതിനേക്കാളും നല്ല ടൈറ്റ് ആവും. അപ്പോൾ ഈ പാകമാകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇത് ചൂടാറണം. ബാക്കിയുള്ള പച്ചരി കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ അവര് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അര ഗ്ലാസ് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല മധുരമൊക്കെ വേണം വട്ടയപ്പത്തിന്. മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ കപ്പി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടാമത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3/4 ഗ്ലാസ് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കി വെച്ചേക്കുന്ന അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്കാത്തരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. എല്ലാം കൂടിയാണ് മിക്സ് ചെയ്യുക. ഇതൊരു ദോശമാവിൻ്റെയൊക്കെ മാവിൻ്റെ ഒരു പരിവാണിത്. അത്രയും കട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു 5-6 മണിക്കൂറോളം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം പൊന്താൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടപ്പ് വെച്ച് മൂടി വെക്കാം ഒരു 5 മണിക്കൂറോളമൊക്കെ. അപ്പോൾ നമ്മൾ വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 5-6 മണിക്കൂറൊക്കെ വേണ്ടി വരും. അതിപ്പോൾ ചൂടുകാലമൊക്കെ ആണെങ്കിൽ നമുക്ക് പൊന്തുന്നതനുസരിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ കുറച്ച് താമസമായിരിക്കുള്ളൂ ഇത് പൊന്തി വരാനായിട്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി പൊന്തി വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്ന് നോക്കാം. നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന്, ഒരുപാട് അങ്ങോട്ട് ഇളക്കരുത്.
പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് നമുക്ക് ഇതിൽ തൂക്കി കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് മറിച്ചിട്ടിട്ട് ഈ പാത്രം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയാണ്, കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെ ഇരിക്കുന്നത്, കണ്ട, നല്ല സോഫ്റ്റാണ്, സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വട്ടയപ്പം കട്ട് ചെയ്തെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് എനിക്ക് കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാവുക.